നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. കൃഷ്ണ ഏവ ഹി ലോകാനാം ഉത്പത്തിരഭിജാപ്യയ. കൃഷ്ണസ്യ ഹി കൃതേ വിശ്വം ഇദം ഭൂതം സചരാചരം. ഈ ലോകം മുഴുവൻ ആർക്ക് വേണ്ടിയിട്ടാണെന്ന് അറിയോ? കൃഷ്ണന് വേണ്ടിയിട്ടാണ്. ചരങ്ങളും അചരങ്ങളുമായിട്ടുള്ള, ചലിക്കുന്നവയും ചലിക്കാത്തവയുമായിട്ടുള്ള, വേറൊരു പ്രകാരത്തിൽ പറഞ്ഞാൽ ജീവനുള്ളവയും ജീവനില്ലാത്തവയുമായിട്ടുള്ള സമസ്തവും കൃഷ്ണന് വേണ്ടിയിട്ടാണ്. ഇതെല്ലാം കൃഷ്ണന്റെ ലീലയാണ്, ഭഗവാന്റെ ലീലയാണ്. ഭഗവാൻ ഇങ്ങനെ ആയിരം വേഷങ്ങൾ കെട്ടി ആടുകയാണ്. ആകെ കൃഷ്ണൻ മാത്രമേ ഉള്ളൂ, നിർഗുണ നിരാകാര ബ്രഹ്മം മാത്രമേ ഉള്ളൂ. അദ്ദേഹം ജീവനുള്ളതും ജീവനില്ലാത്തതുമായ അനന്തകോടി പദാർത്ഥങ്ങളായിട്ട് വേഷമിട്ട് ഇങ്ങനെ ഈ പ്രപഞ്ച നാടകം ആടിക്കൊണ്ടിരിക്കുന്നു. അതിൽ കൂടി അദ്ദേഹം ആനന്ദിച്ചു കൊണ്ടിരിക്കുന്നു. നാടകത്തിൻ്റെ പരമമായ അനുഭവം രസമാണല്ലോ, ആനന്ദമാണല്ലോ. അങ്ങനെ കൃഷ്ണന് വേണ്ടിയിട്ടാണ് ഇത് മുഴുവൻ. ഇത് ഭഗവാന്റെ ലീലയാണ് എന്നർത്ഥം. യേശ പ്രകൃതിരവ്യക്ത കർത്താജൈവ സനാതന. ഈ കൃഷ്ണനുണ്ടല്ലോ അവ്യക്തമായ പ്രകൃതിയാണ്. സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ഈ കൃഷ്ണൻ ഈ ജഗത്തിനെ ഉണ്ടാക്കി നിലനിർത്തി ഇങ്ങനെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക? ആദ്യം തൻ്റെ പ്രകൃതിയെ ആവിഷ്കരിക്കും, പ്രകൃതിയെ പ്രവർത്തിപ്പിക്കും. ഈ പ്രകൃതി കൃഷ്ണനിൽ ലയിച്ചിരിക്കുകയാണ്. കൃഷ്ണനിൽ നിന്നിട്ട് വേറെയാണെന്നോ കൃഷ്ണനിൽ നിന്നിട്ട് വേറെ അല്ലെന്നോ നമുക്ക് പറയാൻ പറ്റൂല. ഈ പ്രകൃതി ബ്രഹ്മത്തിൽ നിന്ന് വേറെയാണെന്നോ ബ്രഹ്മത്തിൽ നിന്ന് വേറെ അല്ലെന്നോ പറയാൻ പറ്റൂല. അങ്ങനെയുള്ളതായ പ്രകൃതി ആ പരമാത്മാവിൽ ലയിച്ചിരിക്കുമ്പോൾ, ലയിച്ചിരിക്കുക എന്നൊക്കെ പറയുന്നത് പോലും നമ്മുടെ ഭാഷയുടെ പരിമിതി കൊണ്ടാണ്. പഞ്ചസാര വെള്ളത്തിൽ ലയിക്കും പോലുള്ളൊരു ലയമല്ലത്. അങ്ങനെ ഇരിക്കുമ്പോൾ ജഗത്തില്ല. ഭഗവാൻ എന്ത് ചെയ്യുന്നു? ലീലയ്ക്ക് വേണ്ടിയിട്ട് ജഗത്തിനെ സൃഷ്ടിക്കുന്നു. സ അകാമയത ബഹുസ്യാം. അവൻ സങ്കല്പിച്ച് ഞാൻ പലതായി തീരട്ടെ എന്ന് ഉപനിഷത്ത്. അങ്ങനെ ആ സങ്കല്പം, അതാണ് പ്രകൃതി. ചലനം അവിടെ തുടങ്ങി. ആ ചലനം പിന്നെ അനേക തട്ടുകളിലൂടി സൂക്ഷ്മത്തിൽ നിന്നിട്ട് സ്ഥൂലത്തിലോട്ട്, അതിൽ നിന്ന് സ്ഥൂലത്തിലോട്ട്, അതിൽ നിന്ന് സ്ഥൂലത്തിലോട്ട് ഇങ്ങനെ വികസിച്ച് ഈ കാണായതായ ജഗത്തായി മാറുകയാണ്. അതാണ് ഇതിന് മുഴുവൻ ആസ്പദമായിട്ട് നിൽക്കുന്ന അവ്യക്തം എന്ന് നമ്മൾ പറയുന്ന. എന്തുകൊണ്ട് അവ്യക്തം എന്ന് പറയുന്നു? കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തതും കാതുകൊണ്ട് കേൾക്കാൻ കഴിയാത്തതും ആയതുകൊണ്ട് അവ്യക്തം എന്ന് പറയുന്നു. അവ്യക്തം എന്ന് നാം പറയുന്ന, വേദാന്ത ശാസ്ത്രം പറയുന്ന പ്രകൃതി ഇവനാണ്, ഈ കൃഷ്ണനാണ്. നിർഗുണ നിരാകാര ബ്രഹ്മമാണ് ജഗത് സൃഷ്ടിക്ക് വേണ്ടിയിട്ട് പ്രകൃതി ചലനമായി ആവിർഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനെ പ്രകൃതി എന്നും അവ്യക്തമെന്നും ഒക്കെ പറയും. ഈ കാണായതായ ജഗത്തിൻ്റെ മുഴുവൻ മാറ്റമില്ലാത്തതായ ആധാരം, സ്രഷ്ടാവ്, അത് കൃഷ്ണനാണ്. സ്രഷ്ടാവ് എന്ന് പറയുമ്പോൾ ലൗകിക രീതിയിലല്ല ആ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. പ്രകൃതിക്ക് ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളൊക്കെ ചെയ്യാനുള്ള അവസരം കൊടുത്തിരിക്കുന്നു. അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ല, എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അദ്ദേഹമില്ലാതെ പ്രകൃതിയുമില്ല, അദ്ദേഹമില്ലാതെ പ്രപഞ്ചവുമില്ല, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹമില്ലാതെ ഈ ലോക ചലനങ്ങളുമില്ല. ആ അർത്ഥത്തിലാണ് സ്രഷ്ടാവ് എന്ന് പറഞ്ഞു വയ്ക്കുക. അതല്ലാതെ നമ്മളിപ്പോൾ ഒരു ചിത്രം വരയ്ക്കുന്ന ചിത്രത്തിൻ്റെ സൃഷ്ടാവ്, അല്ലെങ്കിൽ ഒരു ശില്പം ഉണ്ടാക്കുന്ന ശില്പത്തിൻ്റെ സൃഷ്ടാവ്, അല്ലെങ്കിൽ ഒരു യന്ത്രം ഉണ്ടാക്കുന്ന യന്ത്രത്തിൻ്റെ സൃഷ്ടാവ്, ആ അർത്ഥത്തിലല്ല കർത്താവ് എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെയോ പരശ്ച സർവഭൂതേഭ്യ തസ്മാത് പൂജ്യതമോച്യുത. അങ്ങനെ ഭഗവാൻ ഇതിൻ്റെ മുഴുവൻ ഉൽപ്പത്തി കാരണം ഇതെല്ലാം അദ്ദേഹത്തിൽ നിലനിൽക്കുന്നു. അങ്ങനെ നിലനിൽക്കുമ്പോഴും
ഈ കാണായ സകല പദാർത്ഥങ്ങൾക്കും അപ്പുറമാണ് അദ്ദേഹം. ഇതിനേക്കാൾ സൂക്ഷ്മം, ഇതിനേക്കാൾ മഹത്ത്, ഇതിനെല്ലാം അപ്പുറം ആ പരമാത്മാവാണോ ഈ കാണായതായ ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. പരമാത്മാവിന് ശബ്ദമില്ല, സ്പർശമില്ല, രൂപമില്ല, രസമില്ല, ഗന്ധമില്ല. ഇതെല്ലാം അദ്ദേഹത്തെ ആശ്രയിച്ചിട്ട് തൽക്കാലം ഉണ്ടായതായി നമുക്ക് തോന്നുന്ന അനുഭവങ്ങൾ മാത്രമാണ്. ഇങ്ങനെ എല്ലാത്തിനും ആശ്രയമാണെങ്കിലും അദ്ദേഹം ഇതിനെല്ലാം അപ്പുറത്താണ്, ഇതിനെല്ലാത്തിനേക്കാളും മഹനീയനാണ്. അതുകൊണ്ട് പൂജ്യതമോ അച്യുത. ഈ അച്യുതൻ എന്ന് പറഞ്ഞാൽ തന്നെ പതനമില്ലാത്തവൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഭഗവാന്റെ നാമങ്ങൾ ആയിരക്കണക്കിന് നമുക്ക് നാമാവലിയിൽ കൂടി ലഭിച്ചിട്ടുണ്ട്. ആ ഓരോ നാമത്തിനും ബ്രഹ്മാർത്ഥകമായിട്ടുള്ള സാങ്കത്യമുണ്ട് എന്നറിയണം. ഏതൊരു നാമത്തെ എടുത്തിട്ട് നമ്മളതിനെ പഠിക്കാൻ ശ്രമിച്ചാലും ബ്രഹ്മം എന്നുള്ളതിലെത്തും. പതനമില്ലാത്തവൻ ആരാ? ബ്രഹ്മം തന്നെയാണ്. അങ്ങനെ ഈ അച്യുതൻ, ഈ കൃഷ്ണൻ പൂജ്യതമ, ഈ ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും ആരാധനീയനാണ്. ഈ ശിശുപാലൻ പറഞ്ഞതനുസരിച്ചിട്ട് അവിടെ കൂടിയിരിക്കുന്ന ഏറ്റവും ശക്തനായിട്ടുള്ള രാജാവിന് അഗ്രപൂജ നൽകണം. അതൊക്കെയാണ് അയാൾ പറഞ്ഞത്. ഇതാ ഞാനുണ്ടല്ലോ, വേറെ ഇന്ന ആളുകളുണ്ടല്ലോ, അവരെല്ലാം വളരെ കരുത്തന്മാരല്ലേ, അവരെല്ലാം വലിയ കുടുംബത്തിൽ പറഞ്ഞവരല്ലേ, ഈ കൃഷ്ണൻ ഏത് കുടുംബത്തിൽ പറഞ്ഞു എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇവൻ വെറൊരു ഇടയനാണ്. ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ശിശുപാലൻ, ആക്ഷേപിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട്. അങ്ങനെ കൃഷ്ണന് മഹിമയില്ല, കൃഷ്ണന് സമ്പത്തില്ല. കൃഷ്ണൻ രാജാവാണോ? രാജാവുമല്ല, കൃഷ്ണൻ രാജാവല്ല. പക്ഷേ രാജാക്കന്മാരാരാകണം എന്ന് തീരുമാനിക്കുന്ന ആളായിരുന്നു കൃഷ്ണൻ. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും കൃഷ്ണനേക്കാൾ യോഗ്യരായിട്ടുള്ള ആളുകൾ ഇവിടെ ഒരുപാട് പേരിപ്പുണ്ടല്ലോ, വളരെ സമ്പന്നന്മാരായിട്ടുള്ള ആളുകൾ. ഈ കൃഷ്ണൻ എന്താ സമ്പത്ത്? കുറെ പശുക്കളുണ്ട്. അങ്ങനെ കന്നാലി മേച്ച് കടന്ന ഈ കൃഷ്ണനെ എന്തിനാരാധിക്കുന്നു? ഇതാ വളരെ കേമന്മാരിരിപ്പുണ്ട്, വളരെ വയസ്സായ ആളുകളിരിപ്പുണ്ട്, വളരെ തപസ്സുള്ള ആളുകളിരിപ്പുണ്ട്, തപസ്വിമാരുണ്ട്. അവർക്ക് ആർക്കെങ്കിലും അഗ്രപൂജ നൽകാതെ എന്തിനു കൃഷ്ണനെ പൂജിക്കുന്നു? എന്ത് യോഗ്യതയാണ് ഇവനുള്ളത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, അതിനുള്ള കൃത്യമായ മറുപടിയാണ്. കൃഷ്ണനിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്, നിലനിൽക്കുന്നത്, കൃഷ്ണനിലാണ് ഇതെല്ലാം ലയിക്കുന്നത്. അതിനാൽ അങ്ങേയറ്റത്തെ മഹാത്മ്യം കൃഷ്ണനുണ്ട്. ഈ ലോകത്തിൽ പൂജ്യതമോ അച്യുതൻ ഏറ്റവും പൂജനീയനാണ്. അച്യുതനേക്കാളും പൂജനീയനായിട്ട് ലോകത്തിൽ ആരും തന്നെയില്ല. ഈ ലോകത്തിലുള്ള എല്ലാ പദാർത്ഥങ്ങളെയും അപേക്ഷിച്ചിട്ട് ആ നിർഗുണ നിരാകാര ബ്രഹ്മത്തിൻ്റെ മാഹാത്മ്യം വാക്കുകളിലൂടെ നമുക്ക് ലഭിക്കുന്നു. എല്ലാ പദാർത്ഥങ്ങളും ഉണ്ടായത് അവനിൽ നിന്നാണ്. സ്വർണത്തിൽ നിന്നാണ് മാലയുണ്ടായത്, കമ്മലുണ്ടായത്, മോതിരമുണ്ടായത്, വളയുണ്ടായത്, വിവിധങ്ങളായ ആഭരണങ്ങൾ ഉണ്ടായത്, വിഗ്രഹങ്ങളുണ്ടായത്. അതിനോരോന്നിനും ഓരോരോ പേരുകളുണ്ട്, അതിനോരോന്നിനും ഓരോരോ ഉപയോഗങ്ങളുണ്ട്. അങ്ങനെ വ്യത്യസ്തങ്ങളാണ് എങ്കിലും അവയെല്ലാം സ്വർണമാണ്. അവയ്ക്ക് എല്ലാത്തിലും ഉള്ളിലും പുറമേ ഇരിക്കുന്നത് സ്വർണമാണ്. സ്വർണമല്ലാതെ രണ്ടാമതൊരു വസ്തുവല്ല. കാരണം ഇതെല്ലാം സ്വർണത്തിൽ നിന്നുണ്ടായതാണ്. ഇതേപോലെ പരമാത്മാവിൽ നിന്നിട്ടാണ് ഇക്കാണായതെല്ലാം, ജീവനുള്ളതെന്നോ ഇല്ലാത്തതെന്നോ ഭേദമില്ലാതെ ഉണ്ടായിരിക്കുന്നത്. അതിനാൽ ഇതിൻ്റെ എല്ലാം ഉള്ളിലും പുറമേയും എന്താ യഥാർത്ഥത്തിലുള്ളത്? ഈ പരമാത്മാവ് മാത്രം, കൃഷ്ണൻ മാത്രം. അങ്ങനെ എല്ലാ പദാർത്ഥത്തിൻ്റെയും ഉള്ളിലും പുറമേ ഇരിക്കുന്നത് ഈ സത്യവസ്തുവാണ്, സത്യമാണ് എന്ന് നമുക്ക് പഠിക്കാനുള്ള അവസരമാണ് ഇത് അനുഭവിച്ചറിഞ്ഞ ഈ ഭീഷ്മൻ പറയുന്നത്. ഭീഷ്മന്റെ സ്വാനുഭൂതിയാണ് ഭീഷ്മൻ പറയുന്നത്. അത് നമുക്കും നല്ലൊരു അവസരമായി മാറും. ഈശാവാസ്യം ഇതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത്. ഉപനിഷത്താണ് ഭഗവത്ഗീതയായിട്ട്, മഹാഭാരതമായിട്ട് നമ്മുടെ മുന്നിൽ വരുന്നത്. ജഗത്യാം, ഈ ലോകത്തിൽ, യത്കിഞ്ച ജഗത്ത്, യാതൊന്നാണോ ജഗത്തായി കാണപ്പെടുന്നത്, ചലിക്കുന്നവയും ചലിക്കാത്തവയുമായി കാണപ്പെടുന്നത്,
ജീവനുള്ളതും ജീവനില്ലാത്തതുമായി കാണപ്പെടുന്നത്. ഇതം സർവം, ഇത് മുഴുവനും ഈശാവാസ്യം, ഈശനാൽ അകവും പുറവും നിറഞ്ഞിരിക്കുന്നു. മനുഷ്യരിലും മൃഗങ്ങളിലും പക്ഷികളിലും വൃക്ഷങ്ങളിലും ഒക്കെ ഈശനാണ് അകവും പുറവും നിറഞ്ഞിരിക്കുന്നത്. ഈ രൂപങ്ങളും ഈ ഭാവങ്ങളും ഈ നാമങ്ങളുമെല്ലാം നമുക്ക് തൽക്കാലം ആ ഈശനിൽ, ഒരേ ഈശനിൽ തോന്നുന്നവ മാത്രമാണ്. അതുകൊണ്ട് അതിന് മായ എന്ന് പറയും. ഇതാണ് മായ. ഏകമായിരിക്കുന്ന ആ ബ്രഹ്മവസ്തുവിനെ പലതായി തോന്നിക്കുന്നത്, അതാണ് മായ. അങ്ങനെ മായ ഇങ്ങനെ പലതും തോന്നിക്കുന്നു. ഈ മായയുടെ ബന്ധനം പൊളിച്ചിട്ട് അകത്തേക്ക് കയറി നോക്കൂ, അകവും പുറവും ഈശൻ തന്നെയാണ്. ഒരു വ്യത്യാസമില്ല, അഖണ്ഡ സച്ചിദാനന്ദമാണ്. അതാണ് ഈ കൃഷ്ണനിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായത്. ഇതിൻ്റെ എല്ലാം നിലനിൽപ്പ് കൃഷ്ണനാണ്, ഇതിൻ്റെ എല്ലാം ലയം കൃഷ്ണനാണ്. ഇതെല്ലാം ഒരു കഥയുടെ ഭാഗമെന്നുള്ള നിലയിൽ ഈ ഉപനിഷത്തിനെ ഭീഷ്മൻ നമ്മെ പറഞ്ഞു കേൾപ്പിക്കുന്നത്. ഭീഷ്മൻ പറയുന്നു, ബുദ്ധർ മനോമഹദ്വായു തേജോംഭഖം മഹീചയ ചതുർവിധം ച യദ്ഭൂതം സർവം കൃഷ്ണേ പ്രതിഷ്ഠിതം. ഈ ലോകത്ത് എന്തൊക്കെയുണ്ടോ അതെല്ലാം കൃഷ്ണനിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. ഈ ലോകത്തുള്ള സമസ്ത പദാർത്ഥങ്ങളെയും നാം അപഗ്രഥിച്ച് നോക്കിക്കഴിഞ്ഞാൽ, അധ്യാത്മമായി അപഗ്രഥിച്ച് നോക്കിക്കഴിഞ്ഞാൽ 8 വസ്തുക്കളാണ്, ഘടകവസ്തുക്കളാണ് അതിലുള്ളത് എന്ന് നമുക്ക് മനസ്സിലാകും. അതാണ് ഈ പറഞ്ഞു കേൾപ്പിച്ചത്. ഏതാണ്? ബുദ്ധിർ മനോമഹദ്വായു തേജോംഭഖം മഹീചയ. ബുദ്ധി, മനഃ, മഹത്, വായു, തേജസ്, അംഭഃ ജലം, ഘം ആകാശം, മഹി ഭൂമി. ഇങ്ങനെ 8 എണ്ണം. ലോകത്തിലുള്ള സർവ്വ വസ്തുക്കളും ജീവനുള്ളതെന്നോ ഇല്ലാത്തതെന്നുള്ള ഭേദമില്ലാതെ എല്ലാം നാം അപഗ്രഥിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ 8 എണ്ണമേ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാകും. വളരെ സ്പഷ്ടമായിട്ട് ഭഗവാൻ ഗീതയ്ക്കകത്ത് ഇക്കാര്യം നമ്മോട് പറഞ്ഞ് കേൾപ്പിക്കുന്നുമുണ്ട്. അദ്ദേഹം നമ്മോട് പറയും, ഭൂമിരാപോ അനലോ വായു ഖം മനോ ബുദ്ധിരേവച അഹങ്കാര ഇതീയം മേ ഭിന്ന പ്രകൃതിരഷ്ടഥ. എൻ്റെ പ്രകൃതി ഇങ്ങനെ 8 തരത്തിൽ വേറിട്ട് ഭിന്നമായിട്ട് കാണപ്പെടുന്നു. ഭൂമി, അതായത് പൃഥിവി, പഞ്ചഭൂതങ്ങളിലാണ് ഇതിൽ 5 എണ്ണം. ഭൂമി, ആപഹ, ആപസ് ജലം. ഭൂമി എന്ന് പറയുമ്പോഴേക്കും ഗന്ധതത്വമാണ് ഭൂമി. അതല്ലാതെ നമ്മൾ ഈ കാണുന്ന ഭൂമിയല്ല. ഈ ഭൂമിയിൽ ഈ പറഞ്ഞ 5 എണ്ണവും ഉണ്ട്. അതേപോലെ അത് കഴിഞ്ഞിട്ട് പറയാൻ പോകുന്ന 3 എണ്ണവും, അങ്ങനെ 8 എണ്ണവും ഭൂമിയിലുണ്ട്. നമ്മൾ കാണുന്ന എല്ലാ പദാർത്ഥങ്ങളിലും ഈ 8 എണ്ണവും ഉണ്ട്. ഈ പറയുന്നത് ഭൂമി എന്ന് പറഞ്ഞിരിക്കുന്നത് ഗന്ധതത്വത്തെയാണ്. ആപസ് വെച്ചാൽ ജലം എന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പാകത്തിന് പറയും. അത് രസതത്വമാണ്, നാവ് കൊണ്ട് അറിയുന്ന രസതത്വമാണ്. പിന്നെയോ അനലൻ, അഗ്നി, അത് പഞ്ചഭൂതങ്ങളിൽ വേറൊന്ന്, ഭൂമിയെക്കാളും അതേപോലെ രസത്തെക്കാളും സൂക്ഷ്മം. ആ അഗ്നി എന്ന് പറയുന്നത് അത് നമ്മൾ ഈ കാണുന്ന തീയല്ല, അതിനാസ്പദമായിരിക്കുന്ന തേജസ്സിൻ്റെ തത്വമാണ്. എവിടെല്ലാം ശക്തി പ്രകടമാകുന്നുണ്ടോ അതിനാസ്പദമായ തത്വമാണ് തേജസ്. വായു, നമുക്ക് വായുവിനെ പരിചയമുണ്ട്. ഈ പറയുന്ന വായുവിൽ ഇതെല്ലാം ഉണ്ട്, ഈ 8 എണ്ണവും ഉണ്ട്. ഈ വായുവിൽ കൂടി നമുക്ക് ആ വായുവിനെ പരിചയപ്പെടുത്തി തരുന്നു. സ്പർശം എന്ന് പറയുന്ന തത്വമാണ്, അതാണ് വായു. ഖം എന്ന് വെച്ചാൽ ആകാശം. ആകാശം എന്ന് പറയുമ്പോഴേക്ക് തലയ്ക്ക് മുകളിൽ പകൽ സമയത്ത് നമ്മൾ കാണുന്ന നീലിമയാർന്ന ആ വസ്തു മാത്രമല്ല, സർവത്ര നിറഞ്ഞു നിൽക്കുന്നു. നമ്മുടെ ഉള്ളിലും ആകാശമുണ്ട്, പുറമേയും ആകാശമുണ്ട്. അങ്ങനെ എല്ലാ വസ്തുക്കളെയും തന്നിൽ ഉൾക്കൊണ്ട് നിലനിൽക്കുന്ന ആ തത്വം, അത് ശബ്ദതത്വമാണ്. അപ്പോൾ നമ്മൾ ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നിങ്ങനെ പഞ്ചതത്വങ്ങളെ ഗ്രഹിച്ചു. ഗന്ധം, അതേപോലെ തന്നെ രുചി,
തേജസ്, സ്പർശം, ശബ്ദം. ഇനിയോ ഭൂമിരാപോ അനലോ വായു ഖം, പിന്നെയോ മനഃ. മനസ്സ് എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ഉൽപ്പത്തിക്ക് നിദാനമായിരിക്കുന്ന അഹങ്കാരതത്വം. പിന്നെയോ ബുദ്ധി. ഖം മനോ ബുദ്ധി. ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിക്ക് ആസ്പദമായിരിക്കുന്ന, ബുദ്ധിയുടെ ഉൽപ്പത്തിക്ക് കാരണമായിരിക്കുന്ന മഹത്തത്വം. പിന്നെയോ അഹങ്കാരം. ഖം മനോ ബുദ്ധിരേവച അഹങ്കാരം ഇതീയമ്മേ ഭിന്ന പ്രകൃതിരഷ്ടഥ. അഹങ്കാരം ഇതി 8 എണ്ണം. അഹങ്കാരം എന്നിങ്ങനെ 8 എണ്ണമാണ് എൻ്റെ 8 പ്രകൃതികൾ. അഹങ്കാരം എന്ന് പറഞ്ഞാൽ അഹങ്കാരത്തിൻ്റെ ഉൽപ്പത്തിക്ക് കാരണമായിരിക്കുന്ന അവ്യക്തം. നേരത്തെ പറഞ്ഞു ആ അവ്യക്തം അത് തന്നെ. ഇങ്ങനെ ആ പരമാത്മാവിന് പ്രപഞ്ച സൃഷ്ടിയുടെ ഘട്ടത്തിൽ 8 തത്വങ്ങൾ, 8 ഘടകങ്ങൾ, അല്ലെങ്കിൽ 8 പ്രകൃതികൾ. ഈ 8 പ്രകൃതികൾ കൊണ്ടാണ് ഈ കാണായ വസ്തുക്കളെല്ലാം ഉണ്ടാക്കി. നമ്മൾ ഇഷ്ടികയും സിമെൻറ്റും മണലും കമ്പിയും എല്ലാം കൊണ്ട് വീടുണ്ടാക്കുന്നത് പോലെ പല വസ്തുക്കൾ ചേർത്തിട്ടാണ് വീടുണ്ടാക്കുന്നത്. അതേപോലെ ഈ 8 പദാർത്ഥങ്ങളെ പല പ്രകാരത്തിൽ കൂട്ടിയിണക്കിയാണ് അത്യന്തം സൂക്ഷ്മമായിരിക്കുന്നതും സ്ഥൂലമായിരിക്കുന്നതുമായ സർവ പ്രപഞ്ച പദാർത്ഥങ്ങളെയും ഉണ്ടാക്കുന്നത്. അത് നമ്മൾ ഭഗവത്ഗീതയിലൂടെ അത് അപഗ്രഥിച്ച് നേരിട്ടറിയണം. ഭഗവത്ഗീതയിലെ 7-ാം അധ്യായത്തിലുള്ള ശ്ലോകമാണ് ഞാൻ കേൾപ്പിച്ചത്. ഭൂമിരാപോ അനലോ വായു ഖം മനോ ബുദ്ധിരേവച അഹങ്കാര ഇതീയമ്മേ ഭിന്ന പ്രകൃതിരഷ്ടഥ. ഇനിയോ ഇതിനപ്പുറത്ത് വേറെ ഒരു പ്രകൃതി കൂടിയുണ്ട്, അത് ജീവാത്മാവാണ്. ആ കാര്യങ്ങൾ ഇവിടെ ഇതാ അതെല്ലാം അനുഭവിച്ചറിഞ്ഞ ഭീഷ്മൻ പറഞ്ഞു കേൾപ്പിക്കുകയാണ്. ഈ കൃഷ്ണന്റെ 8 രൂപങ്ങളാണിവയെല്ലാം. അവ കൊണ്ടാണ് ഈ ജഗത്തുണ്ടായിരിക്കുന്നത്. ഇതിലെല്ലാം ആരായിരിക്കുന്നേ? കൃഷ്ണനായിരിക്കുന്നത്. ബുദ്ധിർമനോ മഹദ്വായു തേജോംഭഖം മഹീചയ ചതുർവിധം ച യദ്ഭൂതം സർവം കൃഷ്ണേ പ്രതിഷ്ഠിതം. ഇവയെല്ലാം 4 തരത്തിലുള്ള ജീവരാശികൾ. അവയും എല്ലാം സർവം കൃഷ്ണേ പ്രതിഷ്ഠിതം, കൃഷ്ണനെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നതെന്ന് അറിഞ്ഞുകൊള്ളുക. അവയുടെ ഉള്ളിലിരിക്കുന്ന കൃഷ്ണനാണ്, അവയുടെ പുറമേ ഇരിക്കുന്നതും കൃഷ്ണനാണ്. കൃഷ്ണനില്ലെങ്കിൽ ഇവരാരുമില്ല. ഇവിടെ കൃഷ്ണൻ എന്നുള്ള ആ നമുക്ക് പരിചിതമായ ദേവകീ നന്ദനൻ്റെ രൂപത്തിലും നാമത്തിലും ഭാവത്തിലും കൂടി നിർഗുണ നിരാകാര ബ്രഹ്മത്തെ കാണിച്ചു തരികയാണ്. അപ്പോഴാണല്ലോ കഥയുണ്ടാവുക. നിർഗുണ നിരാകാര ബ്രഹ്മത്തെ ഭഗവത്ഗീതയിലും ഉപനിഷത്തിലും വർണ്ണിക്കുന്ന പ്രകാരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശാസ്ത്രഗ്രന്ഥമാകും. ആ ശാസ്ത്രഗ്രന്ഥത്തെ ഇതാ കഥയാക്കാൻ വേണ്ടിയിട്ട് അതിലെ ഓരോ ശാസ്ത്രതത്വത്തിനും രൂപവും ഭാവവും അതേപോലെ അത് വ്യക്തമാകുന്നതായ കഥാസന്ദർഭവും എല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നു. അതാണ് എഴുത്തുകാരൻ ചെയ്യുന്നത്, പ്രതിഭാവാൻ ചെയ്യുന്നത്, വ്യാസൻ ചെയ്യുന്നത്. അപ്പോഴാണ് ഈ മഹാഭാരതം ഉണ്ടാവുക.